വെൽക്കം മൈ യൂട്യൂബ് ചാനൽ മാസ് ഫാമിലി. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു എണ്ണപ്പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, പരിപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പരിപ്പ് വടയാണെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പരിപ്പൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ പരിപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴമ്പ് രൂപത്തിലൊന്നും ആവണ്ട, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ചുമയാണ്, പിന്നെ അതുകൊണ്ട് ചുമച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ഞാൻ എണ്ണപ്പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല, കാരണം ചെറിയൊരു കൊളസ്ട്രോളൊക്കെ കാരണം അതൊക്കെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതാ നമ്മൾ അരച്ച് വെച്ച പരിപ്പിൻ്റെ ഈ മിക്സിയിലേക്ക് നമ്മളെല്ലാം ചേർക്കുകയാണ്. ഉണക്കമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, ഇഞ്ചി, അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ സ്മെല്ലും. ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല, അപ്പോൾ ഞാനെന്തായാലും ഇത്തിരി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർക്കാൻ പോവുകയാണേ. അങ്ങനെ എല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മാറ്റി വെച്ച പരിപ്പ് അതും കൂടി ചേർത്തു. ഇനി നമ്മളൊന്ന് കുഴയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി, എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഉരുട്ടി കയ്യിൽ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. രണ്ട് ഭാഗം മറിച്ചിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ കോരിയിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഉരുട്ടി വെച്ചതൊക്കെ നമുക്കിങ്ങനെ പരത്തി ഷേപ്പാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇന്നത്തെ പലഹാരം പരിപ്പ് വടയാണ്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഹോട്ടലിലത്തെ പോലെ വലുതൊന്നുമല്ല, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയ പരിപ്പ് വടയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, വിചാരിച്ച പോലെയല്ല, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ടേസ്റ്റ് ഉണ്ടായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.